രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോനാഥൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലേക്ക് നീളുകയാണ്. വളരെ സങ്കീർണമായ ഒരു പ്രശ്നം ഇന്ന് ഹീലിംഗ് ടച്ച് ഏറ്റെടുക്കുകയാണ്. നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ പഠനം വളരെയധികം ഒരു സങ്കീർണമായി മാറിക്കഴിഞ്ഞു. പല മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിലും പല കുഞ്ഞുങ്ങൾ തങ്ങളുടെ പഠനത്തിലും വളരെ ടെൻഷനും സ്ട്രെസ്സും ഏറ്റെടുത്തു കഴിഞ്ഞു. പല കുടുംബങ്ങളിലും അസ്വസ്ഥതകൾ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു. കാരണം കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ, ഫോക്കസ്, കോൺസെൻട്രേഷൻ പഠനത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു വലിയ സൗഖ്യം ഇവിടെ നമ്മളെ കാത്തിരിക്കുകയാണ്. സങ്കീർത്തനം 107:20 അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇന്ന് നമ്മൾക്ക് ഈ TV സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കടന്നു വരാം. നമ്മൾ കുടുംബമായി ഈ ഒരു പ്രശ്നത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുമെങ്കിൽ ദൈവം നമ്മളെ തൊടുവാൻ തയ്യാറാണ്. ആഗ്രഹത്തോടെ, ഒരു വലിയ പ്രതീക്ഷയോടെ ദൈവവചനത്തിന് വേണ്ടി നമ്മൾക്ക് കാതോർക്കാം. അവൻ നമ്മളെ തൊടുവാൻ തയ്യാറാണ്. ദൈവം ഒരിക്കലും നമ്മളെ കൈവടിയത്തില്ല. ആ വലിയ അനുഗ്രഹത്തോടെ നമുക്കൊന്ന് കാത്തിരിക്കാം. ദൈവം നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബമെന്ന സ്നേഹകൂടാരത്തിലെ സ്നേഹത്തിൻ്റെ ആർദ്രമായ അനുഭവത്തിൽ നൊമ്പരത്തിൻ്റെ കണ്ണുനീർ വീഴുന്നുവോ? ആർക്കും വേണ്ട എന്ന തോന്നൽ നിന്നെ അലട്ടുന്നുവോ? പരസ്പരം മനസ്സിലാക്കാത്ത ജീവിതങ്ങളായി ഏവരും ഒറ്റപ്പെടുന്നുവോ? ഹൃദയങ്ങൾ ഓരോരോ തുരുത്തുകളാകുന്നുവോ? കുറ്റപ്പെടുത്തലുകൾ കേട്ട് നീ തളരുന്നുവോ? നിരാശയിൽ നീ വിലപിക്കുന്നുവോ? കലഹം നിന്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നശിപ്പിക്കുന്നുവോ? ഇതാ ദൈവപുത്രൻ നിന്റെ ജീവിതത്തിനെ ഏറ്റെടുക്കുന്നു. അവൻ്റെ മുറിവേറ്റ കരം നിന്നെ തൊടുന്നു. ആഴത്തിലുള്ള നിന്റെ മുറിവുകൾ ദൈവപുത്രനിതാ സുഖമാക്കുന്നു. ഇനി നീ വിലപിക്കരുത്. ദൈവമിതാ നിന്നെ തേടി വരുന്നു. യെശയ്യാ 43:1 യാക്കോബയെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം യാക്കോബിനെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, യാക്കോബിനെ ഒരു ഇസ്രായേലായി രൂപപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ഓരോ സാഹചര്യങ്ങളെയും ദൈവം രൂപപ്പെടുത്തി അനുഗ്രഹമാകുന്ന ഇസ്രായേലാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികളുടെ പഠന വൈകല്യം, ബുദ്ധിയിൽ ഒട്ടും കുറവില്ലാത്ത കുട്ടികൾ പോലും തങ്ങളുടെ ശ്രദ്ധയും ഫോക്കസും ചേഞ്ച് ആകുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരു കഥനമായി, വേദനയായി ഇത് ഉടലെടുക്കുകയും അത് കുടുംബത്തിൽ അസ്വസ്ഥത വളർത്തുകയും ചെയ്യുന്ന സാഹചര്യമായി കടന്നു പോകുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും.
ചില പ്രശ്നങ്ങൾ, ചില പ്രയാസങ്ങൾ. പക്ഷേ ഒന്നും നമ്മളെ തകർക്കുവാൻ അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ വളരരുത്. പ്രശ്നങ്ങളുടെ മേൽ നമ്മളൊരു അനുഗ്രഹമായി ഉയരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. റോമ 8:28 പറയുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു എന്നാണ് വചനത്തിൻ്റെ അർത്ഥം. കഴിഞ്ഞ നാളിൽ എൻ്റെ അധ്യാപന കാലഘട്ടത്തിൽ ക്ലാസ്സിൽ വളരെ അനുഗ്രഹമായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ഒരു കാലഘട്ടത്തിന് ശേഷം വളരെ പഠനത്തിൽ പിന്നോക്കം പോകുന്നതായി കാണുവാൻ പറ്റി. പിന്നീട് എക്സാമുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ ഒരു കോപ്പിയടിയുമായി ചേർത്ത് വെച്ച് ഇവളെ പിടിക്കുവാൻ ഇടയായി. അങ്ങനെ അവളുടെ കരിയറിൽ, അവൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അത് തടസ്സമാകുകയും ഒരു വിജയം അവളുടെ ജീവിതത്തിൽ വരുന്നതിന് അതിനൊരു തടസ്സമാവുകയും ചെയ്തു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പിന്നീട് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിക്കിത് ഇങ്ങനെ വന്നത് എന്ന് കണ്ടെത്തുവാൻ ഒരു ശ്രമമുണ്ടായി. ഏതായാലും അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഈ പെൺകുട്ടിയുമായി സംസാരിക്കാനിടയായ സാഹചര്യത്തിൽ അവൾ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അവളുടെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവളുടെ പിതാവ് ബുദ്ധിയിൽ ചില കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും മാനസികപരമായ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുകയും ഒരു മാനസിക രോഗിയായി മാറ്റപ്പെടുകയും ചെയ്ത സാഹചര്യം. വീട്ടിലുണ്ടായിരിക്കുന്ന ഈ ഇഷ്യൂ ഈ മകളുടെ ജീവിതത്തെ, പഠനത്തെ വല്ലാതെ അഫക്റ്റ് ചെയ്തു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു മുറിവ് അവളുടെ പഠനത്തിൽ വളരെ വലിയ നഷ്ടം വരുത്തിയതായി കാണുവാൻ പറ്റി. എന്താണ് പഠനം? പഠനം ഒരു ജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. വളരെ സങ്കീർണമായി ഈ പ്രശ്നം മാറുന്നതിൻ്റെ കാര്യവും അതുകൊണ്ട് തന്നെ. കാരണം ഇത് മനുഷ്യൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും കൂട്ടിമുട്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ മൈൻഡും ബ്രെയിനും തമ്മിലുള്ള യോജിപ്പാണ് ഒരു കുട്ടിയുടെ പഠനത്തിലേക്ക്, എഡ്യൂക്കേഷനിൽ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കാരണമാക്കുന്ന ദൈവികത വരിക. എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഇഷ്ടക്കേടുകൾ, തീരുമാനങ്ങൾ എല്ലാം മൈൻഡുമായി ചേർത്ത് വെച്ചാണ് കടന്നു വരിക. മൈൻഡും ബ്രെയിനും തമ്മിലുള്ള കൂട്ടിമുട്ടലിൽ ഇവയുടെ കോർഡിനേഷനാണ് ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റിയും ബുദ്ധിയും തെളിയുവാൻ കാരണമാവുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവാകുന്ന ദൈവിക ജ്ഞാനം ഒരു കുട്ടിയിലേക്ക് കടന്നു വരാതെ ആ കുട്ടിക്ക് അനുഗ്രഹമുണ്ടാകണമെന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 ബൈബിൾ വചനം പറയുക ഇതാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, എന്തുകൊണ്ടാകാം ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ബാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു പ്രോബ്ലത്തിന് ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പ്രശ്നത്തെ വളരെ ഈസിയായി വേണമെങ്കിൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യാം. പക്ഷേ ഒരു ദൈവീകത പലപ്പോഴും നഷ്ടമാവുകയും മാതാപിതാക്കൾ ടെൻഷനിലേക്കും ഒരു സ്ട്രെസ്സിലേക്ക് ഡെവലപ്പ് ആവുകയും പലപ്പോഴും അതൊരു കുറ്റപ്പെടുത്തലായി മാറുകയും പിന്നീട് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ ഒരു വടംവലി പോലെ, ഒരു ടഗ് ഓഫ് വാർ കുടുംബത്തിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കുറ്റപ്പെടുത്തലുകൾ സൈറ്റൻ ഒരു വഴിയാക്കി മാറ്റുകയും വീട്ടിലാകെ സമാധാനം നഷ്ടമാക്കുകയും ചെയ്യുന്നതായി കാണുവാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബമേ, എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നമുക്കൊന്ന് വേർതിരിക്കാൻ പറ്റുക? ഇതിന് ചില കാരണങ്ങളിലേക്ക് നമ്മൾക്കൊന്ന് കടന്നു പോകുന്നത് നല്ലതാണ്. ചില റീസണുകൾ ഇല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഒന്നാമതായി, ഇത് ബ്രെയിനുമായി റിലേറ്റഡ് ആയ ഒരു സംഭവമാണെങ്കിൽ ഓട്ടിസം, ADHD, OCD ഇതുപോലെ അറ്റൻഷൻ നമുക്ക് നഷ്ടമാക്കുന്ന തരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും പിന്നിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു ഡാമേജ് ഉണ്ട്. ഇവിടെ മെഡിക്കൽ സപ്പോർട്ടും അതോടൊപ്പം ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കടന്നു വരാതെ കാര്യങ്ങൾ സാധുതയുണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ റീസണായി
കടന്നു വരേണ്ട ചില മേഖല ജീനിയോളജിക്കൽ പ്രോബ്ലംസ് ആണ്. എനിക്കറിയാവുന്ന ഒരു കുടുംബം വളരെ പ്രശസ്തനായ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പഠന മേഖലയിൽ ഉണ്ടായിരുന്ന വൈകല്യം അദ്ദേഹം പലപ്പോഴും തുറന്നു പറയാറുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ മകനുമായി പ്രാർത്ഥിക്കുന്ന സമയം അവർ കടന്നു പോകുന്ന ഒരു ഇഷ്യൂ എന്നത് ഈ മകൻ പഠനത്തിൽ വളരെ പിന്നോക്കം പോകുന്നതായി കണ്ടു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആ കാരണങ്ങളെ നോക്കിയിട്ട് തൻ്റെ പിതാവ് പറഞ്ഞു, ഞാൻ എന്തായിരുന്നു അതുതന്നെയാണല്ലോ ഇവനും കടന്നു പോവുക. പക്ഷെ അമ്മയ്ക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധ്യതയുണ്ടായില്ല. അവൾ അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. ഈ മകൻ്റെ മേൽ സ്ട്രെസ്സും ടെൻഷനും ഏറ്റെടുത്തു കൊടുത്തപ്പോൾ ഈ കുഞ്ഞ് രോഗത്തിലേക്ക്, ചില പ്രത്യേക പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുവാൻ കാരണമായി. അതുകൊണ്ട് ജീനിയോളജിക്കൽ ഇഷ്യൂ ഒരു ദൈവീക പദ്ധതിയോടുകൂടി ഹാൻഡിൽ ചെയ്യുന്നില്ല എങ്കിൽ ഈ പഠനത്തിൻ്റെ മേഖലയും ഒരു നഷ്ടമാകും. ഇത് രണ്ടാമത്തെ റീസൺ. മൂന്നാമതായി വളരെ വ്യക്തമായി ഇന്ന് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഒരു കോമൺ റീസണായി വരുന്നത് ഈ ഒരു പ്രശ്നമാണ്. അത് മറ്റൊന്നുമല്ല, കുഞ്ഞുങ്ങളുടെ ഹാബിച്വൽ സിൻസും കുഞ്ഞുങ്ങളെ പഠനത്തിൽ പിന്നോക്കം വലിക്കുന്നതായി കാണുവാൻ പറ്റും. ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് കാലഘട്ടത്തിൻ്റെ പുരോഗതിയിൽ കുഞ്ഞുങ്ങൾ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ചില അഡിക്ഷനുകൾ കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്യും. ഒന്നാമതായി ഗെയിംസിനോട് അഡിക്ഷൻ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ വളരെ വ്യക്തമായി ബുദ്ധിയിൽ കുറവ് അല്ലെങ്കിൽ പഠന വൈകല്യം കടന്നു വരുന്നതായി കാണുവാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സ്ബോക്സ്, പ്ലേ സ്റ്റേഷൻ അതുപോലുള്ള ഗെയിംസും മൊബൈലിലുള്ള ഗെയിംസും അഡിക്ഷനായി ഏറ്റെടുക്കുന്ന കുട്ടികളിൽ അവരുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ് പഠനത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ സാധ്യതയുണ്ടാകത്തില്ല. ഈ സമയം ഈ നഷ്ടം ഇവരെ വീണ്ടും വൈകല്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഈ ഒരു ഏരിയയിൽ ശ്രദ്ധ തിരിച്ചുകൊണ്ട് മൊബൈലിൽ നിന്നും മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ബലം, ഒരു ബോധവൽക്കരണം നൽകുമെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ദൈവീക പദ്ധതി കടന്നു വരുവാനും ദൈവത്തിൻ്റെ ജ്ഞാനം കടന്നു വരുവാനും കാരണമാകും. എന്നാൽ മറ്റു ചില കുഞ്ഞുങ്ങളാകട്ടെ ഇതുപോലുള്ള ഗെയിംസിന് അപ്പുറമായി ഫിസിക്കൽ ഗെയിംസിന് ഓവർ പ്രയോറിറ്റി കൊടുക്കുന്നതായി കാണുവാൻ പറ്റും. അതായത് ഫുട്ബോളുകൾ, മറ്റു തരത്തിലുള്ള ഫിസിക്കൽ അതുപോലുള്ള ഗെയിംസുകൾ ഇവർ ഏറ്റെടുക്കുന്നതോടുകൂടി ശ്രദ്ധ പഠനത്തിൽ നിന്ന് മാറി ഫുട്ബോൾ എന്നത് മാത്രമായി മാറുകയും അല്ലെങ്കിൽ ഒരു ഗെയിം എന്നത് മാത്രമായി മാറുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെ കാർണാലിറ്റി എന്ന് വെച്ചാൽ ലൗകികത ഈ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് കയറുകയും പിന്നീട് അവർക്ക് പഠനത്തിൽ ഒരു വൈകല്യം സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്യും. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ ദൈവവചനത്തിന് കടന്നു വരുവാൻ അവസരമുണ്ടാകുമെങ്കിൽ, തിരുത്തപ്പെടുവാൻ ദൈവവചനത്തിന് ഒരു അവസരം കൊടുക്കുവാൻ സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെയും നമുക്ക് തിരികെ എടുക്കുവാൻ പറ്റും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഈ ഗെയിംസിനോടൊപ്പം കുഞ്ഞുങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ചില മേഖലകളാണ് മീഡിയാസ്. എന്ന് വെച്ചാൽ ടി വി ഷോസുകൾ, കാർട്ടൂൺസ്, ഇതുപോലുള്ള മീഡിയംസ്, പ്രത്യേകിച്ച് ഫിലിംസ്, ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് കടന്നു വരുമ്പോൾ ആ കുഞ്ഞുങ്ങളിൽ ചില വൈകല്യങ്ങൾ പഠനത്തിൽ കടന്നു വരും. ഇരിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. എൻ്റെ അനുഭവത്തിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം കുടുംബമായി അവരൊരു ഫിലിം കാണുവാൻ പോയി. ഒരു ഇംഗ്ലീഷ് ഫിലിമായിരുന്ന ഈ ഒരു ഫിലിം ഈ കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു നെഗറ്റിവിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഈജിപ്തിലെ മമ്മികളെ കുറിച്ചുള്ള അതുപോലുള്ള ശവകുടീരങ്ങളെ കുറിച്ചുള്ള ഫിലിം ഈ കുട്ടിയുടെ അകത്തേക്ക് കയറുകയും പിന്നീട് ഭയം ജനിക്കുകയും ഈ കുഞ്ഞ് പഠനത്തിൽ പിന്നോക്കം പോവുകയും ചെയ്തു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഇവിടെ ഭയം എന്നത് ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ്. ഈ ഒരു സംഭവത്തെ നല്ലൊരു കുമ്പസാരത്തിലൂടെയും ദൈവത്തിന്റെ കരുതലിലൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് മാറ്റമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഹാബിറ്റ്സ് യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ നിഴലിൽ കൊണ്ടുവന്ന് ഇവയെ മാറ്റിമറിക്കാതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകത്തില്ല. അതുകൊണ്ട് കാർട്ടൂൺസ്, മീഡിയാസ്, TV ഷോസ്, ഇതുപോലുള്ള മേഖലകളിൽ ശ്രദ്ധ, കോൺസെൻട്രേഷൻ ഒക്കെ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ട്വിറ്ററുകൾ, അതുപോലെ വാട്സപ്പ്, ഇതുപോലുള്ള മീഡിയകളിലും ഫോക്കസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ബുദ്ധിയിൽ അല്ലെങ്കിൽ പഠനത്തിൽ
ജ്ഞാനത്തിൽ ഒരു കുറവ് സൃഷ്ടിക്കുന്നതായി കാണുവാൻ പറ്റും. ദൈവത്തിന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്ന നിലയിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ദൈവവചനത്തോട് ചേർത്ത് വെച്ച് ഒരു ബോധവൽക്കരണം പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും നല്ലൊരു കൗൺസിലിങ്ങിലേക്ക് ഇവരെ ലീഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുമെങ്കിൽ ഈ ഒരു മേഖല നമുക്ക് വളരെ ശക്തമായി ഇവരെ രക്ഷപ്പെടുത്തുവാൻ തക്കവിധം നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റും. അടുത്തതായി, കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ ഗ്രോത്ത് ചേഞ്ചസ് അവരുടെ ജീവിതത്തെ വളരെ പഠനത്തിൽ ഒരു വൈകല്യം സൃഷ്ടിക്കുവാൻ കാരണമാക്കാം. പ്രത്യേകിച്ച് ടീനേജ് കുട്ടികളുടെ നടുവിൽ പെൺകുട്ടികളെ ഇത് വല്ലാതെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഗ്രോത്ത് ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ചുകൾ സൃഷ്ടിക്കപ്പെടുകയും പഠിക്കുവാനുള്ള ഇൻട്രസ്റ്റ് ഒരു ഇറിറ്റേഷനിലേക്ക് ലീഡ് ചെയ്യുവാൻ കാരണമാക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഈ ഒരു മേഖലയിൽ വളരെ വ്യക്തമായി ഇവർ ദൈവത്തോട് ചേർന്നിരിക്കുകയും ഒരു ദൈവീകത ഏറ്റെടുക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അനുഗ്രഹം കടന്നു വരുവാൻ കാരണമാകുകയുള്ളൂ. കഴിഞ്ഞ നാളിൽ മറ്റൊരു വിഷയം കുഞ്ഞുങ്ങളുടെ പഠനത്തെ ഒരു വൈകല്യതയിലേക്ക് കൊണ്ടുപോകുന്നതായി കാണുവാൻ പറ്റി. അത് മറ്റൊന്നുമല്ല, ഇന്നത്തെ സ്കൂൾ സ്ട്രക്ചറുകളിൽ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും ചിലപ്പോൾ ടീച്ചേഴ്സ് ഒന്ന് വഴക്ക് പറഞ്ഞതാകാം, ഒരു എക്സാമിന് തോറ്റുപോയതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രേഡ്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഓവർ സ്ട്രെസ്സുകൾ കുഞ്ഞുങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ അതും ഒരു പഠന വൈകല്യത്തിന് കാരണമാകാം. ചില സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾക്ക് സ്റ്റാഫ് റൂമുമായി അല്ലെങ്കിൽ ടീച്ചേഴ്സുമായി നമുക്കൊന്ന് ബന്ധപ്പെടാം. എന്നിട്ട് ആ സാഹചര്യങ്ങൾക്ക് ചേർന്ന വിധം നമ്മുടെ ആത്മീയതയെ ചേർത്ത് വെക്കുമെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ പറ്റും. അടുത്തതായി, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻസിഡൻറ്റുകളും കുഞ്ഞുങ്ങളെ പഠനത്തിൽ അതിൻ്റെ ഇമ്പാക്ട്സ് എത്രമാത്രം വലുതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ ആ കുഞ്ഞിൻ്റെ പഠനത്തിലും ഒരു പോസിറ്റിവിറ്റി നമുക്ക് കടന്നു വരുവാൻ പറ്റും. എന്നാൽ അതൊരു നെഗറ്റീവ് ആണെങ്കിൽ ആ കുഞ്ഞിലും ആ നെഗറ്റിവിറ്റി ആയിരിക്കും കൂടുതലായി കടന്നു വരിക. പ്രത്യേകിച്ച് നമുക്കറിയാൻ പറ്റുന്നത് പോലെ ഒരു വെള്ളത്തിൽ വീണ കുഞ്ഞ് ആ ഒരു ഷോക്കിൽ നിന്ന് പുറത്തു വന്ന് പഠനത്തിലേക്ക് പോകുമെങ്കിലും പിന്നീട് ആ ഭയം ആ കുഞ്ഞിനെ പഠനത്തിൽ പുറകോട്ട് വലിക്കുവാൻ കാരണമാക്കി എന്നിരിക്കാം. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം, അതിൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് പഠനത്തിൽ ഒരു വൈകല്യത കടന്നു വന്നു. കാരണം അറിയുവാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ നടുവിൽ അതിൻ്റെ കാലിലൂടെ ഒരു പാമ്പ് എഴഞ്ഞു നീങ്ങിയത് അതിൻ്റെ മനസ്സിൽ ഒരു ഭയത്തിന് കാരണമായി. ഇതുപോലുള്ള ഇൻസിഡൻറ്റുകൾ കുഞ്ഞുങ്ങളെ ഷോക്കിലേക്ക് കൊണ്ടുപോകാം. മറ്റൊരു കുട്ടിയുടെ കാരണം ഇതായിരുന്നു. ഒരു ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് കൂട്ടുകാരുൾപ്പെടെ പോയി നോക്കുകയും ആ ഡെഡ് ബോഡിയെ നോക്കി ഭയപ്പെട്ട് കടന്നു വന്ന കുഞ്ഞ് പിന്നീട് സ്കൂളിൽ കടന്നു പോകുന്നുണ്ടെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പഠനത്തിൽ ഒരു നഷ്ടം വരുത്തുവാൻ ഈ സംഭവത്തിന് കാരണമായി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട നെഗറ്റീവായ ഇൻസിഡൻറ്റിൻ്റെ പിന്നിൽ ചില സൈറ്റൻ്റെ പ്രവർത്തികൾ കടന്നു വരുമ്പോഴേ അവ നാശത്തിലേക്ക് കൊണ്ടുപോകാം. എവിടെയാണ് ഒരു സൊല്യൂഷൻ? ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷനേ ഉള്ളൂ. അതൊരു വ്യക്തിയാണ്, നസ്രാനായ യേശു ക്രിസ്തു. നമ്മുടെ ജീവിതം ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുമെങ്കിൽ, മാതാപിതാക്കൾ ഇന്ന് ഒരുമിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്നിരുന്നു കൊണ്ട് ക്രിസ്തുവിനോട് യോജിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഒരു ആന്തരിക സൗഖ്യം, ഈ വൂണ്ടഡ് സ്പിരിറ്റിന് ഒരു ചേഞ്ച് ദൈവം നൽകുവാൻ തയ്യാറാണ്. സങ്കീർത്തനം 34:5, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഓർക്കുക, ബൈബിൾ വചനം പറയുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് ബൈബിൾ പറയുന്നു. 34-ാം അധ്യായം 5-ാം വാക്യം സങ്കീർത്തനം ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കാം. നമ്മൾക്കെല്ലാവർക്കും മാതാപിതാക്കന്മാർ ഒരുമിച്ച് കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ക്രൂശിതന്റെ നിഴലിലേക്ക് കടന്നു വരാം. ബുദ്ധിയിൽ മാന്ദ്യമാകാം, ഓട്ടിസ്റ്റിക് ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള സിക്നസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞുമാകാം. ഇതുമല്ലെങ്കിൽ പഠനം ഒരു നഷ്ടതയിൽ
കടന്നു പോകുന്ന സാഹചര്യമുള്ള ഒരു കുഞ്ഞുമാകാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബമേ, ഈ സമയം നമ്മൾക്ക് സൊല്യൂഷൻ തേടി കടന്നു വരുവാൻ പറ്റുക യേശുവിൻ്റെ കുരിശിൻ്റെ നിഴലിൽ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ്. എന്നാൽ രക്ഷയിലൂടെ പോകുന്ന നമ്മൾക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. നീറും മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. യേശുവേ നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. യേശുവേ നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. ഇതാ ദൈവപുത്രനായ യേശു നിന്റെ ജീവിതത്തെ സ്വന്തമാക്കുന്നു. ഇനിയും നീ നിരാശയിൽ ജീവിതം തള്ളി നീക്കരുത്. നിന്റെ ആകുലതകൾ യേശുവിൻ്റെ നാമത്തോട് ചേർത്തു വച്ചതിനാൽ അവിടുന്ന് നോക്കിക്കൊള്ളും. യേശു അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇനിയും നീ വിലപിക്കരുത്. നിന്റെ തകർച്ചകളെ ഓർത്ത് കരയരുത്. ദൈവപുത്രനിൽ ആശ്രയം തേടിയ നീ നിരാശപ്പെടുകയില്ല. അവൻ വിശ്വസ്തനാണ്. അവൻ്റെ പിന്നാലെ പോയ ആരും ഇന്നോളം നിരാശപ്പെട്ടിട്ടില്ല. കരുണയുള്ള ദൈവം നമുക്കാശ്രയിക്കാനുള്ള സങ്കേതമാണ്, കോട്ടയാണ്. യേശു സകല ചോദ്യങ്ങൾക്കുമുള്ള ഏക ഉത്തരമാണ്. തോറ്റുകൊടുക്കരുത്. നമ്മൾ ഇവിടെ വിജയിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകുക ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. എന്തു വചനമാണ് ദൈവം ഇന്നത്തെ ദിവസം നമ്മൾക്കായി ഒരുക്കി വെച്ചിരിക്കുക?
ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ദൈവത്തിൻ്റെ ദൈവവചനമാകുന്ന ഈ ബൈബിൾ, ഫിലിപ്പിയുടെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം ഓർത്തിരിക്കുവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുന്ന ഒരു വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. കേൾക്കുക, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലയോ കുഞ്ഞെ, വലതു കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് വളരെ ശക്തമായി പറയുക: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ദൈവം നിരവധി കുഞ്ഞുങ്ങളെ ഈ വചനത്തിലൂടെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. കഴിഞ്ഞ നാളിൽ എക്സാമിന് ഫെയിലിയറായി മരണം അതാണ് എനിക്ക് നല്ലത് എന്ന് കരുതുന്ന ഒരു പെൺകുട്ടി ഈ സെക്കൻഡിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് ദൂരെ ഇരിക്കുന്നു. മോളെ, നിന്റെ എക്സാം നിന്റെ ഒരു അവസാനമല്ല. ദൈവം നിന്നെ കൈപിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ധൈര്യമായി ശക്തനായ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരിക. ഒരു ദിവസം നിന്റെ ജീവിതം മാറ്റിവെക്കുക. കഴിഞ്ഞ നാളിൽ മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ ഓർത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഒന്നും പഠിക്കത്തില്ല, കുസൃതിയും ഒരു 10 വയസ്സ് താഴെയുള്ള ഈ ആൺകുട്ടിയെയും ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ഓർക്കുക, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള മരവിപ്പിനെ വലിച്ചു പറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ശക്തി പ്രാപിക്കുന്നു. ഈ അസ്ഥികളുടെ താഴ്വര ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉയരട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കൂടെ നിൽക്കട്ടെ. യേശു തൻ്റെ അഭിഷേകം അയക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവൻ